ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ ഹെയർ കെയർ മിസ്റ്റേക്സ് ആണ്. അതായത് നിങ്ങൾ ലോങ് ഹെയർ വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരം വൈകാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ആദ്യത്തെ മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞാൽ വേറൊരാളുടെ ഹെയർ കെയർ അതേപോലെ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഞാനിത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എനിക്ക് വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ എൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് തലയിൽ എണ്ണ കുറച്ചിരുന്നാൽ തന്നെ ഹെയർ ഫാൾ ഉണ്ടാവുന്നത് പോലെ തോന്നിക്കും. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾക്കാണെങ്കിൽ തലയിൽ എണ്ണ ഇല്ലെങ്കിലാണ് ഹെയർ ഫാൾ ഉണ്ടാവുക. അപ്പൊ ഈ മുടി വളർത്തുക എന്നുള്ള കാര്യത്തിന് മുമ്പായിട്ട് നമ്മുടെ തലയിൽ ഓൾറെഡി ഉള്ള മുടി കൊഴിയാണ്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ ഹെയർ വാഷ് റുട്ടീനിലും വരുന്നത്. അതായത് ചിലവർക്ക് എന്നും കുളിച്ചില്ല എന്നാണെങ്കിൽ മുടി കൊഴിയണ പോലെ ഫീൽ ചെയ്യും, എന്നാൽ ചിലവർക്ക് എന്നും കുളിച്ചാലായിരിക്കും മുടി കൊഴിയണ പോലെ ഫീൽ ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണോ വർക്ക് ചെയ്യുന്നത് നമ്മൾ അത് വേണം ഫോളോ ചെയ്യാനായിട്ട്. ഇനി രണ്ടാമത്തെ കാര്യം, സ്പ്ലിറ്റൻസ് വരുമ്പോൾ അത് കട്ട് ചെയ്യാതെ മുടി നീട്ടി വളർത്തുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സ്പ്ലിറ്റൻസ് വരുമ്പോൾ, അയ്യോ ഇനി മുടി വെട്ടിയാ മുടി വളരില്ലേ, ഇനി ലെങ്ത് പോവുമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതായത് സ്പ്ലിറ്റൻസ് വരികയാണെന്നുണ്ടെങ്കിൽ മുടിയുടെ അറ്റം അങ്ങനെ ഫുള്ളായിട്ട് വെട്ടിക്കളഞ്ഞില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ എവിടെയാന്ന് നോക്കിയിട്ട് സ്പ്ലിറ്റൻസ് ഉള്ളത് മാത്രമായിട്ട് കട്ട് ചെയ്ത് കളയണം. അതല്ലാന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റൻസ് കയറി മോള് വരെ എത്തിയിട്ട് മുടി പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് തടയാനായിട്ട് എല്ലാവരും റെഗുലറായിട്ട് ട്രിം ചെയ്യാന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നനഞ്ഞ മുടി ചെയ്യുക എന്നുള്ളതാണ്. അതായത് എനിക്ക് ഇഷ്ടമായിട്ട് നനഞ്ഞ മുടി ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം നനഞ്ഞ മുടി ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആയ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അത് ചെയ്യാനേ പാടില്ല. എന്താ പറഞ്ഞാൽ നമ്മുടെ മുടി നനഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ റൂട്ട്സ് ഒക്കെ ഭയങ്കര വീക്കായിരിക്കും. ആ സമയത്ത് നമ്മൾ കോമ്പെടുത്ത് ചെയ്യുന്ന സമയത്ത് കുറേ മുടി കൊഴിയേണ്ടാത്ത കുറേ മുടി പൊട്ടി വരാനുള്ള ചാൻസും അതേപോലെ തന്നെ ഊരിപ്പോവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നനഞ്ഞ മുടി ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഫുള്ളായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ ട്രീറ്റ്മെന്റ്സ് എടുക്കാനായിട്ട് സാലൂണിൽ പോവുക എന്നുള്ള കാര്യമാണ്. അപ്പൊ നോക്കുകയാണെങ്കിൽ എനിക്കും സാലൂണിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പോകുമ്പോൾ എന്താ സാധാരണ അവിടെ ഉണ്ടാവാറെന്ന് വെച്ചാൽ ആദ്യം അവർ ഹെയർ വാഷ് എന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുക. ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഈ ലോങ് ഹെയർ ആയത് കാരണം അത് നന്നായിട്ട് കെട്ടുപിടിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഈ കെട്ട് വിടർത്താൻ വേണ്ടിയിട്ട് നല്ല ഹാർഷായിട്ട് ചെയ്യും. നമുക്കാണ് നമ്മുടെ മുടി എന്നുള്ള സെന്റിമെന്റ്സ് ഉള്ളൂ, അവർക്ക് ഒരു സെന്റിമെന്റ്സും ഇല്ലല്ലോ. അങ്ങനെ മുടി ഫുള്ള് ചെയ്യുമ്പോൾ എല്ലാം കൂടി പൊട്ടി കൈകൂടെ വരും. എന്നിട്ട് അവർ പറയും ഡാൻഡ്രഫ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും മുടി കൊഴിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഒരു ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് കൂടി നമ്മുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് നോക്കും. അങ്ങനെ നമ്മുടെ കുറേ കൊഴിയണ്ടാത്ത മുടി തന്നെ കൊഴിഞ്ഞു പോവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എനിക്ക് സാലൂണിൽ നിന്നുണ്ടായ വേറൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു അടിപൊളി പാർലറിൽ ടെമ്പററി ആയിട്ട് സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പൊ ടെമ്പററി ആയിട്ട് സ്ട്രെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അയൺ ചെയ്യലാണല്ലോ. അവര് അയൺ ചെയ്ത് തന്നു. പക്ഷെ എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ കുറച്ച് ഹീറ്റ് കൂടുതലായിട്ടായിരുന്നു അയൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്റെ മുടീന്റെ താഴെ പെർമനന്റ് ആയിട്ട് സ്മൂത്തനിങ് ചെയ്ത പോലെ ആയിപ്പോയി. പക്ക സ്ട്രെയിറ്റും ആയി, അടി ഫുള്ള് സ്പ്ലിറ്റൻസ് വന്നു. പിന്നെ ഞാൻ ആ സ്പ്ലിറ്റൻസ് കളയാൻ വേണ്ടിയിട്ട് മുടി വെട്ടുമ്പോൾ പിന്നെയും സ്പ്ലിറ്റൻസ് വരാൻ തുടങ്ങി. അപ്പൊ ഈ സ്ട്രെയിറ്റ് ആയത് എത്ര ഭാഗമാണോ അത്രയും ഭാഗം ഫുള്ള് എനിക്ക് വെട്ടിക്കളയേണ്ടി വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാർലറിൽ പോയിട്ട് ടെമ്പററി ആയിട്ടാണെങ്കിലും സ്ട്രെയിറ്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നല്ല ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം വേണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചാൽ മതി. പിന്നെ അടുത്ത മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞാൽ മുടി ഇങ്ങനെ അഴിച്ചിട്ടുണ്ട് നടക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ലോങ് ഹെയർ വളർത്താൻ താല്പര്യമുള്ളവരാണെങ്കിൽ എപ്പോഴും ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം എനിക്ക് ലോങ് ഹെയർ ഉണ്ടെന്നാണെങ്കിലും ഞാൻ എപ്പോഴും ഒരു ബണ്ണ് കെട്ടിവെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ മുടി പിന്നിട്ടിട്ടോ നടക്കാറ്. ഞാനിങ്ങനെ മുടി വിരിച്ചിട്ടിട്ട് നടക്കാറില്ല. വല്ല ഫോട്ടോ എടുക്കുമ്പോൾ മാത്രമായിരിക്കും മുടി വിരിച്ചിടുക. അത് കാരണം ലോങ് ഹെയർ വളർത്താൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ മുടി എന്തായാലും കെട്ടിവെക്കണം. അപ്പൊ ഞാൻ ഈ ഒരു 5 മിസ്റ്റേക്ക് ആട്ടോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യണത്. പിന്നെ എനിക്ക് പറയാനുള്ള വേറെ കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഹെയർ കെയർ ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമുക്ക് വല്ല ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യം കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ PCOD അതേപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അങ്ങനെയുള്ളവർക്കൊക്കെ എന്തായാലും ഹെയർ ഫാൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഹെയർ കെയർ ചെയ്താലും അത്ര റിസൾട്ട് വരണം എന്നില്ല. അത് കാരണം നമ്മൾ ഹെയർ കെയർ റൂട്ടീനൊക്കെ സെറ്റ് ചെയ്ത് ഹെയർ കെയർ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപേ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്.
അപ്പൊ എന്റെ കഴിഞ്ഞ വീഡിയോന്റെ താഴെ എനിക്ക് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് 1 മന്ത് ഹെയർ കെയർ ചാലഞ്ച് ചെയ്യുമോന്ന്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഇൻട്രസ്റ്റഡ് ആണ് ചെയ്യാന്നുണ്ടെങ്കിൽ താഴെ എന്തായാലും കമന്റ് ചെയ്യൂട്ടോ, എന്നാലാണ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ കുറച്ച് പേർക്ക് ഇത് ആവശ്യമുണ്ടെന്നാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ.